ഹലോ അസ്സാം വലൈക്കും. ഇറ്റ്സ് മൈ സൺസ് ഫസ്റ്റ് ബർത്ത്ഡേ. എൻ്റെ മോന് ഒരു വർഷമാവുകയാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ട്, അൽഹംദുലില്ലാ. അപ്പോൾ മുന്നോന്നാണ് ഞാൻ വിളിക്കുക. ഓൾമോസ്റ്റ് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ മോനെ. അപ്പോൾ ഒരുപാട് വലിയ പരിപാടിയായിട്ടൊന്നുമല്ലായിരുന്നു, ചെറിയ രീതിയിൽ എൻ്റെ ഫാമിലിയിൽ നിന്നും ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നും പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയ പാർട്ടിയായിരുന്നു. ഇത് ജസ്റ്റ് പ്രിപ്പറേഷനും അതിൻ്റെ ഇതൊക്കെയാണ്. ഹസ്ബൻഡാണ്, ഇതിൻ്റെ ബ്രദറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ കേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയിൽ നിന്നും ആളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും കൂടെ ഒരു 60-65ഓളം വരുന്ന ആളുകളായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് കേക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞ കളേഴ്സിലും ഞാൻ പറഞ്ഞ തീമിലും അവൾ നല്ല 100% സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ എനിക്ക് എല്ലാ കേക്ക്സും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രീമി ആദം അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. നിങ്ങൾ പറയുന്ന രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ കേക്കൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തരും ആൾ. പിന്നെ ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. കാരണം ഞങ്ങൾ മോർണിംഗ് ആണ് മോനുള്ള ചെയിൻ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കോട്ടക്കലുള്ള മലബാർ ഗോൾഡിൽ അവൈലബിൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് പോയി. അവിടുന്ന് റിട്ടേൺ വന്നപ്പോഴേക്ക് 4 മണി. 5 മണിക്കാണ് പ്ലാൻ ചെയ്തത് പ്രോഗ്രാം. പിന്നെ മാഷാ അല്ലാ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സും പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും അവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതങ്ങ് ബുദ്ധിമുട്ടില്ലാതെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ കേക്ക് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാനുള്ളൊരു കാരണം, നമ്മൾ പറയുന്ന രീതിയിൽ കേക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആ ചോക്ലേറ്റ് ടവർ കേക്കായിരുന്നു. പിന്നെ 5:30-6 മണിയൊക്കെ ആയിട്ടോ. നമ്മൾ 5 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങിയപ്പം. പിന്നെ ജുവാൻ ഇബാദാണ് അവൻ്റെ പേര്. നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ മുന്നോന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു ചെറിയൊരു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോറി, അത് നിങ്ങൾ കണ്ടിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അനിയൻ്റെ ഫ്രണ്ട്സും അവരൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി തന്നത് നമുക്ക്. പിന്നെ ഫുഡിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ അനിയനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ഒരുപാട് എൻ്റെ മോനെ കളിച്ച് തിമിർക്കാൻ പറ്റിയ അത്രയും ഗിഫ്റ്റ്. വണ്ടി മാത്രം അവന് 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിനി ഇതിലുള്ള രീതിയിലുള്ള വണ്ടികൾ അത് 4-5 അത് വേറെ. അങ്ങനെ അവന് ഇഷ്ടപ്പെടുന്ന, അവന് എത്രയും കളിച്ച് ആസ്വദിക്കാൻ മാത്രമുള്ള ഗിഫ്റ്റ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ എന്താ പറയുക, ഭയങ്കര കുട്ടികളോട് ഭയങ്കര ഇതാണ്. എൻ്റെ ഉപ്പ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. ഏത് കുട്ടികൾ വീട്ടിൽ വന്നാലും എടുത്തുകൊണ്ട് പോവുക, മുട്ടായി വാങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാനെ അപ്പോൾ ഇയാളെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ മോൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ താത്തയുടെ എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. മിനു എന്നാട്ടോ വിളിക്കുക. അപ്പോൾ രണ്ടാളും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, 2-2.5 മാസത്തെ മാറ്റേ ഉള്ളൂ. എൻ്റെ ഉപ്പാനെ കാണുമ്പോൾ തന്നെ, എൻ്റെ ഉപ്പ ചെയ്യണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുട്ടികളോട് അത്രയും വലിയ ഇഷ്ടമാണ്. ഭയങ്കര നോക്കണുണ്ട്, എൻ്റെ മോൻ നോക്കണുണ്ട്. എൻ്റെ ഉപ്പ നമ്മളുണ്ടല്ലോ കുറച്ച് ഗ്യാപ്പ് വിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ മറക്കുന്നൊരു പ്രശ്നം. പ്രായമുള്ളവരെന്നല്ല, ആരെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരവൻ ജസ്റ്റ് ഒന്ന് മറക്കും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇതാ പ്രശ്നം എൻ്റെ ഉപ്പാൻ്റെ കേസിൽ അവനില്ല കേട്ടോ. അതിൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്കുമില്ല. അവർ വേഗം അങ്ങോട്ട് ചാടും എൻ്റെ ഉപ്പാൻ്റെ അടുത്തോട്ട്. അപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ കളിക്കുകയാണ്. ആളത്ര ഉന്തിയിട്ട് വണ്ടി അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ, ഒരുപാട് പറയത്ത. കാരണം എനിക്ക് വല്ലാതെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കിതൊരു മെമ്മറി ആയിട്ട് ഇത് കയ്യിൽ നിന്ന് ഡിലീറ്റ് ആവാതെ പോകണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 6th മന്തിൻ്റെ പിന്നെ എനിക്ക് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നു. ഇതെനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷേ 6th മന്തിൽ ആൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ മോനെ എനിക്ക് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് അത് ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അൽഹംദുലില്ലാ ആൾ ഇപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ எப்பவும் லைஃப் திரும்பலாம், நம்புறியா நண்பா? எப்பா யாரு இங்க வந்தாலும் பயமுறுத்தி பார்த்தாலும் அசராம சிரிச்சாம ஒதுங்கி போவாண்டா. ஒரு முறைதான் தொட்டாலே மேல கைதான் வச்சாலே திருப்பி அந்த கொடுத்தாட பீஸ்ட் நீ தாண்டா. ராமம்மா ஏ ராமம்மா சலிய ஜிங்காண்டா. ராசம்மா ஏ ராசம்மா கேடி